ഓക്കെ. നമ്മുടെ മനസ്സ് ഇപ്പോൾ നമ്മളൊരു കടലായിട്ട് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. കടലിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം മുകളിൽ കാണുന്നത് കുറെ തിരമാലകളും ഒക്കെയാണല്ലേ, കുറെ ഓളങ്ങളും, ആ ഒരു രീതിയാണ്. ദെൻ അതിന്റെ അടിത്തട്ടിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ഏറ്റവും ഡെപ്തില് വളരെ ശാന്തതയായിരിക്കും അല്ലെ? ഈ കടലിന്റെ ഏറ്റവും അടിത്തട്ടില് ഈ മുകളിലുള്ള തിരമാലകളുടെ ബഹളങ്ങളോ ചലനങ്ങളോ ഒന്നും അവിടെ ഇല്ല. അവിടെ ഫുള്ളായിട്ട് ശാന്തത മാത്രമാണ് ഉണ്ടാവുക. എന്നാൽ ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള പവിഴങ്ങളും മുത്തുകളും ഒക്കെ ആ ഒരു അവിടെയാണ് ഉണ്ടാവുക. ഈ കടലിന്റെ അടിത്തട്ട് എന്ന് പറയുന്ന ആ ഭാഗത്താണ് ഉണ്ടാവുക. അപ്പോ നമ്മുടെ മനസ്സും ഇതുപോലെ തന്നെയാണ്. മനസ്സിന്റെ ആ ഒരു എക്സ്റ്റേണൽ ലെയറിലാണ് എപ്പോഴും ഈ ഒരു ചിന്തകളും ഈ ഒരു ബഹളങ്ങളും ഒക്കെ ഉണ്ടാവുക. അടിത്തട്ട് എപ്പോഴും ഈ കടലിന്റെ അടിത്തട്ട് പറഞ്ഞതുപോലെ തന്നെ കാമായിരിക്കും. അപ്പൊ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചു നേരം ഒന്ന് നമുക്ക് കണ്ണടച്ച് നിൽക്കാൻ കഴിയുമോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. എത്ര നേരം നമുക്ക് കണ്ണടച്ച് നിൽക്കാൻ കഴിയും എന്നതാണ് നമുക്ക് ആ മൈൻഡിന്റെ കാംനെസ് പോയിന്റിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണം. നമ്മൾ തമാശക്ക് ഒരു കഥ പറഞ്ഞു കേൾക്കാറുണ്ട്. ഒരു ഹോട്ടൽ നടത്തിയിരുന്ന ഒരു വ്യക്തിയോട് സ്ഥിരമായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കടം പറയുമല്ലോ, കുറെ ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കഴിച്ച ഒരാള് പെട്ടെന്നൊരു ദിവസം വന്നിട്ട് എന്റെ ബില്ല് എത്രയായി എന്ന് ചോദിക്കുന്നൊരു സമയം. അപ്പൊ ഈ ഓണർ പറയും ഇയാൾക്ക് എത്ര ഇങ്ങനെ കൂട്ടിയിട്ടും കിട്ടുന്നില്ല. അപ്പൊ ഇയാള് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനൊരു മിനിറ്റ് ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം എന്ന്. അപ്പൊ ഇയാള് തിരിച്ച് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് നിങ്ങളുടെ ബില്ല് ഇത്ര രൂപ ഇത്ര പൈസ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയുന്നതാണ്. അതൊരു തമാശയാക്കി പറയുന്ന ഒരു കഥയാണ്. അപ്പം ഇയാള് ചോദിക്കുന്നുണ്ട്, ഇവിടെ കൂട്ടിയിട്ടും കിട്ടാത്ത കണക്ക് എങ്ങനെ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് വന്നപ്പോ കിട്ടി എന്ന് ചോദിക്കുമ്പോൾ, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഏകാഗ്രമായി നിൽക്കുന്ന കാര്യമാണല്ലോ. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് മറന്നുപോയ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നതെന്ന് ഇയാൾ പറയും. അങ്ങനെയാണ് ഈ കണക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയത്. അത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഥ എല്ലാവരും ഉപയോഗിക്കുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണ്. ഈ ചിന്തകൾ എന്ന് പറയുന്നത് ആകാശത്തിലെ മേഘങ്ങൾ വരുന്നത് പോലെയാണെന്നാണ് പറയുന്നത്. അതിങ്ങനെ വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മളപ്പോ ആകാശം പോലെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി. അതിനെ ഫോളോ ചെയ്ത് പോവുകയല്ല, നമ്മൾ ആകാശം പോലെ സ്റ്റഡിയായി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ അപ്പോ ഈ മെഡിറ്റേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഇവിടെയാണ്. നമുക്ക് ആ ഒരു കാംനെസ്സിലേക്ക് എത്താൻ എങ്ങനെ കഴിയും, അതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ് നേടാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും മെഡിറ്റേഷനിൽ വരുന്നത്. നമ്മുടെ മോഡേൺ സൈക്കോളജി സ്റ്റഡി തുടങ്ങിയത് ഒരു 19th സെഞ്ചുറിക്ക് ശേഷമാണ് മെഡിറ്റേഷനെ കുറിച്ച് സ്റ്റഡി തുടങ്ങിയിട്ടുള്ളത്. വളരെ ഇൻഡെപ്തിൽ സ്റ്റഡികൾ നടന്നിട്ടുണ്ട്. ഒരുപാട് സയന്റിസ്റ്റുകൾ അതിന്റെ ഓരോ പ്രത്യേകതകളും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡോക്ടർ റിച്ചാർഡ് ഡേവിഡ്സൺ പറയുന്ന ഒരു കോട്സ് ഉണ്ട്: മെഡിറ്റേഷൻ ഹാവ് ലോങ് ടേം എഫക്ട്സ് ഓൺ ദ ബ്രെയിൻ ആൻഡ് ദ വേ ഇറ്റ് പ്രോസസ്സസ് ഇമോഷൻസ്. മെഡിറ്റേഷന് ലോങ് ടേം എഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു മോട്ടിവേഷനെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലേ. മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ നേരം നിൽക്കുന്ന ഒരു തരിപ്പ് പോലെ, ഒരു സ്പാർക്ക് പോലെയാണെന്നൊക്കെ പറയാറുണ്ട്. ദെൻ ഈ മെഡിറ്റേഷൻ അങ്ങനെയല്ല. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ലോങ് ടേം നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഹെർബർട്ട് ബെൻസൺ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് നടത്തിയ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം പറയുന്നത് പീപ്പിൾ ഹൂ മെഡിറ്റേറ്റ് ക്യാൻ ഓവർ എ ലോങ് പീരീഡ് of time after the activity of their
ജീൻസ് ആൻഡ് ചേഞ്ച് ദെയർ ബോഡീസ്. സ്ഥിരമായിട്ട് ഒരുപാട് കാലം ഈ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ജനറ്റിക്കലായിട്ടുള്ള പാറ്റേൺസ് പോലും മാറ്റി എഴുതാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിന്റെ സ്റ്റഡിയിൽ പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കിയാൽ നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന ഒരു മിത്താണ് അല്ലെ, ജനറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയില്ല, അതൊരാളുടെ സ്ഥായിയായ ഭാവമായി നിൽക്കുമെന്നൊക്കെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ സ്റ്റഡിയിൽ ഇദ്ദേഹം പറയുന്നത് സ്ഥിരമായി മെഡിറ്റേഷൻ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിക്ക് ഈ ഒരു ജനറ്റിക്കലായിട്ടുള്ള പാറ്റേൺസ് വരെ മാറ്റി എഴുതാൻ കഴിയുന്നു. അങ്ങനെ ഇഷ്ടംപോലെ സ്റ്റഡി ഫീൽഡിൽ നടന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടി പറയുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഈ പ്രോസസ്സിന്റെ ആ ഒരു സയന്റിഫിക് മെത്തേഡ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. മെഡിറ്റേഷൻ സ്വാഭാവികമായും നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ ഗൈഡഡ് ആയിട്ട് മെഡിറ്റേഷൻസ് ചെയ്യാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പൊ ഇതില് ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കമാൻഡ്, ഈ ഗൈഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ തരുന്ന വ്യക്തി നമുക്ക് തരുന്ന ഒരു കമാൻഡാണ് കണ്ണടച്ച് റിലാക്സ് ആയി ഇരിക്കൂ എന്ന് ആദ്യം പറയും. ദെൻ പിന്നീട് നമ്മളോട് തരുന്നത് ശ്വാസത്തിലേക്ക് കേന്ദ്രീകരിക്കൂ എന്നാണ്. ശ്വാസം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഈ ശ്വാസത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും സ്വന്തമായിട്ട് ആ ഒരു ഉള്ളിലേക്കുള്ള ഒരു ഫോക്കസിലേക്ക് വരികയാണ്. ദെൻ ആ ഒരു നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ ഇങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പാണ് ബ്രീത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഈ ചുറ്റുമുള്ള ഒരുപാട് ഇമോഷൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ നമ്മുടെ ബ്രെത്ത് ഉള്ളിലേക്ക് എടുക്കുന്നത് അല്ലെ. നമുക്കിപ്പോ നമ്മുടെ തൊട്ടടുത്ത് നെയ്ബർ ഒരു ബെൻസ് കാർ വാങ്ങി, അല്ലെങ്കിൽ ഒരു വലിയൊരു വീടിന്റെ ഇനാഗ്രേഷൻ നടന്നു. സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഓ അവർക്ക് ബെൻസ് കാർ കിട്ടി, നമുക്കിനി എപ്പോഴാണാവോ എന്നെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഓരോ ഇമോഷൻസ് അത് ഉൾപ്പെടെയാണ് നമ്മൾ ഈ ബ്രെത്ത് ഉള്ളിലേക്ക് എടുക്കുന്നത്. ദെൻ ബ്രെത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്യുവറായിട്ട് നമ്മൾ അറിഞ്ഞ് ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ആ ഉള്ള ചിന്തകളൊക്കെ മാറിയിട്ട് നമ്മളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ദെൻ രണ്ടാമത് ഇവർ പറയുന്നത് ഒരു ബോഡി സ്കാനിങ് ഒരു കമാൻഡ് ആയിരിക്കും. നമ്മുടെ കാല് മുതൽ നമ്മളോട് ഇങ്ങനെ ബോഡി സ്കാൻ ചെയ്യാൻ പറയും. ഓരോ ഭാഗങ്ങളും റിലാക്സ് ആകുന്നതായിട്ട് നമ്മളോട് ഇമാജിൻ ചെയ്യാൻ പറയും. കാലുകൾ, മസിൽസ്, കൈ, അങ്ങനെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് അടക്കം ഒരു കാംനെസ്സിലേക്ക് എത്തുന്നതായിട്ട് നമ്മളെ നമ്മുടെ ചിന്തകൾ കൊണ്ടുപോകും. അത് ശരിക്കും അത് ഒരു എന്താ പറയാ, ഒരു ഫോർമാലിറ്റിക്കോ ഒരു ചടങ്ങിനോ ഒന്നും പറയുന്ന ഒരു സംഭവമല്ല. സയന്റിഫിക്കലി ഒരു പ്രോസസ്സിന് വേണ്ടിയാണ്. അതിന് പറയുന്നത് പ്രോഗ്രസീവ് മസ്കുലാർ റിലാക്സേഷൻ എന്നാണ്. PMR എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക്, ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനാണ് അങ്ങനെയുള്ള കമാൻഡ്സ് പറയുന്നത്. അപ്പൊ ബോധപൂർവം നമ്മുടെ ഓരോ ഭാഗങ്ങളും റിലാക്സ് ആയി വരും. അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഓ ഈ കമാൻഡ് കിട്ടുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് കൈ റിലാക്സ് ചെയ്യുന്നത്, വിരലുകൾ റിലാക്സ് ചെയ്യുന്നത്, കാല് റിലാക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്ര നേരം എത്രയധികം സ്ട്രെയിനാണ് നമ്മൾ കൊടുത്തിരുന്നത് എന്ന്. അപ്പോൾ അത് ആ ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാനാണ് അങ്ങനെ ഒരു കമാൻഡ് പറയുന്നത്. പിന്നെ അതിനുശേഷം ബേസിക് ആയിട്ടുള്ള കുറെ ഇമോഷൻസ് നമുക്ക് തരും. ഫൊർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അതിങ്ങനെ നിറയ്ക്കും. അതിനുശേഷമാണ് നമ്മൾ ഏത് പർപ്പസിലാണോ മെഡിറ്റേഷൻ ചെയ്യുന്നത് ആ ഒരു കോർ സാധനം, ആ ഒരു എന്താ പറയാ, നമുക്ക് ഗെയിൻ ചെയ്യേണ്ട ക്വാളിറ്റി, അത് നമുക്ക് ആ ഒരു ടൈമിലാണ് നമുക്ക് അവര് ഗൈഡഡ് ആയിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. നമ്മൾ ആ പറഞ്ഞ, ഇപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു സ്കില്ല് നേടുന്ന കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ആണെങ്കിൽ, മെഡിറ്റേഷന് പല പല തലങ്ങളുണ്ട്. അപ്പം അതിലേതാണോ ആ മെഡിറ്റേഷൻ ഉദ്ദേശിക്കുന്നത് ആ പ്രോസസ്സ് അവിടെയാണ് നടക്കുന്നത്. ദെൻ അങ്ങനെ അതിന് വേണ്ട അഫർമേഷൻസും കൂടെയൊക്കെ തന്ന് നമ്മൾ ആ സ്റ്റേറ്റിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന് തോന്നുന്ന ഒരവസ്ഥ വരും. അപ്പോഴാണ് ആ മെഡിറ്റേഷൻ എഫക്റ്റീവായിട്ട് ഡീപ്പായിട്ട് നമുക്ക് കിട്ടി എന്ന് തോന്നുന്നത്.
ആ സ്റ്റേറ്റിൽ ഇരുന്ന് അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ തിരിച്ച് ഇനി നമുക്ക് വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ തിരികെ വിളിക്കുന്ന ഒരു സമയമുണ്ട്. ഇനി നമുക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് കണ്ണുകൾക്ക് ഒക്കെ ഒരു മസാജ് കൊടുത്തിട്ട് ഓപ്പൺ യുവർ ഐസ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരും. ഇതാണ് ശരിക്കും ഒരു മെഡിറ്റേഷന് നടക്കുന്ന പ്രോസസ്സ്. അപ്പോ ഇതിൽ ശരിക്കും സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ ബ്രെയിനില് 3 തരം വേവ്സ് മെയിനായിട്ടും ഈ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ബീറ്റ, ആൽഫ, ദെൻ തീറ്റ ഓർ ഡെൽറ്റ. അത് ലാസ്റ്റത്തെ രണ്ടും ഏകദേശം ഒരേ കാറ്റഗറി വരുന്നതാണ്. അപ്പോ മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ ഫ്രീക്വൻസി, ഇമോഷൻ ഫ്രീക്വൻസിയെ കുറിച്ചൊരു ക്ലാസ് എടുത്തിരുന്നു. അതായത് താഴേന്ന് തുടങ്ങുന്ന ഷെയ്മ്, ഗിൽറ്റ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഇമോഷൻസിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. അങ്ങനെ അത് കറേജ്, ലവ് അങ്ങനെ പോയി എൻലൈറ്റ്മെന്റ് വരെ എത്തുന്ന ഫ്രീക്വൻസിയുടെ ഒരു ചാർട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞത് ഫ്രീക്വൻസി നമ്മൾ എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ്. ഫ്രീക്വൻസി കൂടുമ്പോഴാണ് നമുക്ക് ഹയർ ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് നമ്മൾ എത്തുന്നത്, പൊസിഷനിലേക്ക് എത്തുന്നത്. പക്ഷേ ബ്രെയിൻ വേവ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ബ്രെയിൻ വേവ്സ് ഏറ്റവും കാമാകുന്നത് ഫ്രീക്വൻസി കുറയുന്നതിനനുസരിച്ചാണ്. അതാണ് ഇവിടെ വരുന്നൊരു വ്യത്യാസം. നമ്മളിപ്പോ നോർമലി നമ്മളെല്ലാവരും ഇപ്പൊ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ ബീറ്റ സ്റ്റേറ്റിലാണ്. ബീറ്റ വേവ്സ് ആണ് ഇപ്പൊ ആക്റ്റീവ് ആയിരിക്കുന്നത്. അത് ശരിക്കും 13 to 30 ഹെഡ്സ്, 13 to 30 ഹെഡ്സ് ആണ് അതിന്റെ ഫ്രീക്വൻസി ഉണ്ടാവുക. നമ്മൾ കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരു സമയം, നമ്മളിപ്പോൾ കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബീറ്റ വേവ്സ് ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ് ആൽഫ സ്റ്റേറ്റ്. അത് 8 മുതൽ 12 വരെ ഹെഡ്സ് ആണ് അതിന്റെ ഫ്രീക്വൻസി. ശ്രദ്ധിക്കണേ, കുറയാണ് ഫ്രീക്വൻസി. ഈ ആൽഫ സ്റ്റേറ്റ് നമ്മൾ എത്തുക എന്ന് പറഞ്ഞാൽ നേരത്തെ മെഡിറ്റേഷനായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ആ ഒരു നമുക്കൊരു മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്ത് ബോഡി സ്കാനിങ് ഒക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകുന്ന ആ ഒരു സ്റ്റേറ്റിലെ, ആ സ്റ്റേറ്റിൽ നമ്മൾ എത്തുന്നത് ഈ ആൽഫ സ്റ്റേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ എക്സാമ്പിൾ പറഞ്ഞത്. ദെൻ തീറ്റ വേവ്സ്, അത് 4 to 7 ഹെഡ്സേ ഉള്ളൂ ശരിക്കും. ബ്രെയിൻ വേവ്സ് ശരിക്കും ശാന്തമാകുന്ന ഒരു സമയം. ഈ സമയത്താണ് നമുക്ക് വേണ്ട ക്വാളിറ്റീസ് ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഈ മെഡിറ്റേഷൻ തരുന്ന വ്യക്തി ഈ നമ്മളിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോകാൻ കഴിയും. ഈ ഒരു ആൽഫ സ്റ്റേറ്റിൽ നമ്മൾ എത്തുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് പോകാനും അതിന്റെ റിസൾട്ട് കിട്ടാനും ഒക്കെ കഴിയുന്നത്. ദെൻ ഈ തീറ്റ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഒരു പാതി മയക്കം എന്നൊക്കെ പറയുന്ന ഒരു സമയം, അതാണ് ഈ തീറ്റ വേർഷൻ. ഡെൽറ്റ എന്ന് പറയുന്നതും 0.5 to 3 ഹെഡ്സ്, അത്രയും ലോ ലെവലാണ്. അത് ശരിക്കും ആ ഒരു ഡീപ്പ് സ്ലീപ്പ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയാണ്. അത് മെഡിറ്റേഷനിൽ നമുക്കത് കിട്ടാൻ പാടാണ്. കാരണം മെഡിറ്റേഷനിൽ നമ്മൾ അത്രയും ഉറങ്ങിപ്പോകാറില്ല. ഒരുവിധം തീറ്റ വേവ്സിന്റെ ആക്ടിവേഷൻ വരെ നടക്കാറുള്ളൂ. ഇൻ കേസ് ഇനി ഉറങ്ങിപ്പോയാലും നമ്മൾ തിരികെ വരാൻ വിളിക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്റ്റഡി പറയുന്നത് നമ്മൾ ആക്റ്റീവ് ആയിരുന്നു, നമ്മുടെ സബ് കോൺഷ്യസ് അതിനെ എന്താ പറയാ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് ചുരുക്കി പറഞ്ഞ മെഡിറ്റേഷനിൽ നമുക്ക് സംഭവിക്കുന്ന പ്രോസസ്സുകൾ. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാന്ന് വെച്ചാല് ശരിക്കും ഇത് മോഡേൺ സൈക്കോളജിയിലെ സ്റ്റഡീസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിന്റെ ഒരു ബ്രെയിൻ വേവ്സ് ഒക്കെ വെച്ചിട്ടുള്ള നടന്നിട്ടുള്ള സ്റ്റഡികളാണ്. സത്യത്തിൽ ഈ മെഡിറ്റേഷൻ വളരെ പുരാതന കാലം മുതൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്താ പറയാ, പുരാതന കാലത്തെ സംസ്കൃത ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ ധാരാളം അതിൽ മെഡിറ്റേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. ഒരു സംസ്കൃത ഗ്രന്ഥത്തിൽ മെഡിറ്റേഷന്റെ നിർവചനം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: തത്ര പ്രത്യായ ഏകദാനത ധ്യാനായ. ഒരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് മുടങ്ങാതെ ഒഴുകുന്ന ഒരു കണ്ടിന്യൂസ് അൺബ്രോക്കൺ ഫ്ലോ ഓഫ് അവയർനെസ്.
ഒരു വിഷയത്തിലേക്ക് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ അവയർനെസ്സിനെ കേന്ദ്രീകരിക്കുക. അതാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന, ധ്യാനം എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിലും ഈ പഴയകാല മനുഷ്യരുടെ ഹിസ്റ്ററികൾ പരിശോധിച്ചാൽ അവരൊക്കെ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് മെഡിറ്റേഷൻ ചെയ്തിരുന്നവരാണ്. നമ്മുടെ എന്താ പറയുക, സൺസെറ്റ്, സൺറൈസ്, അല്ലെങ്കിൽ മൂൺ, പിന്നെ നേച്ചർ, നമ്മുടെ എന്താ പറയാ, വെള്ളച്ചാട്ടങ്ങള്, അരുവികളുടെ ഒരു ചലനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സ്ട്രെയിൻ വരുന്ന സമയത്ത് അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്തിരുന്നതായി കാണാം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാല് നമ്മുടെ ഈ പഴയകാല എന്താ പറയാ, ബോധോദയം ലഭിച്ച വലിയ ആത്മീയ നേതാക്കളൊക്കെയും തന്നെ ആ ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോയതായിട്ട് നമുക്ക് ഹിസ്റ്ററിയിൽ വായിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഇന്ത്യയിലെ പുരാതന കാലത്ത് ധാരാളം ഈ മെഡിറ്റേഷൻ സ്റ്റഡികൾ നടന്നിരുന്നു. അതിൻ്റെ വിവിധ വിവിധ രൂപങ്ങൾ ഇവിടെ പ്രചാരത്തിലുണ്ടായിരുന്നു. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു സ്റ്റഡിയുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ മനുഷ്യന് തൻ്റെ ഉള്ളിലേക്ക് തിരിയാൻ, ഉള്ളിലേക്ക് എന്താ പറയാ, തൻ്റെ കോൺസെൻട്രേഷനെ കൊണ്ടുപോയിട്ട് ആ ഒരു കാംനെസ് അനുഭവിക്കാനുള്ള ഒരു പ്രോസസ്സായിട്ട് പണ്ട് മുതലേ ഉപയോഗിച്ചു വരുന്ന ഒരു സംഭവമാണ് മെഡിറ്റേഷൻ. ഇപ്പോൾ തരം തിരിച്ച് ഇഷ്ടം പോലെയുണ്ട്. സ്ലീപ്പിംഗ് മെഡിറ്റേഷൻ ഉണ്ട്, ഹീലിംഗ് മെഡിറ്റേഷൻ ഉണ്ട്, അതുപോലെ ഫോർഗീവ്നെസ് മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, അങ്ങനെ മൈൻഡ്ഫുൾനെസ് ധാരാളം. മെഡിറ്റേഷൻ. മൈൻഡ്ഫുൾനെസ്, യെസ്. നമ്മളിപ്പോൾ ഈ ഒരു സമയത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഉണ്ട്. അങ്ങനെ വിവിധ തരം കാറ്റഗറി മെഡിറ്റേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട്. നമ്മൾ ഇതിൽ എക്സ്പേർട്ട് അല്ലാത്ത ഏതെങ്കിലും മെഡിറ്റേഷൻസ് നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യാൻ പോകണ്ട എന്നുള്ളതാണ്. കാരണം യൂട്യൂബിലൊക്കെ ഇപ്പൊ ഇഷ്ടംപോലെ മെഡിറ്റേഷൻസ് അവൈലബിൾ ആണ്. അതിന്റെ ആ തമ്പനെയിലൊക്കെ കണ്ടാൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് പോകും. ഏതാണ്, നിങ്ങളുടെ മൂന്നാം കണ്ണ് തുറക്കൂ, ഈ മെഡിറ്റേഷൻ ചെയ്യൂ, അല്ലെങ്കിൽ എന്താ നിങ്ങൾ പോയ കാണാറില്ലേ അങ്ങനെ, നിങ്ങളെ പോയ നിങ്ങളിൽ നിന്ന് പോയ വ്യക്തികളെ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയുള്ള ചിലതൊക്കെ ഫേക്ക് ആയിട്ട് അങ്ങനെ മെഡിറ്റേഷൻസ് ഉണ്ടാവാം. നമ്മൾ എപ്പോഴും എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ മെഡിറ്റേഷൻസ്, ഗൈഡഡ് മെഡിറ്റേഷൻസ് മാത്രം ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ മെഡിറ്റേഷൻ ശരിക്കും ഒരു ഡ്രൈവിംഗ് പ്രോസസ്സിനോട് നമുക്ക് ഉപമിക്കാൻ പറ്റും. നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാനാണ് ശരിക്കും ഒരു ഗൈഡഡ് പ്രോസസ്സ് ആവശ്യമുള്ളത്. നമ്മളത് ചെയ്ത് നമ്മൾ പഠിച്ച് ഇതിൽ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് പുറമേ ഒരു സോഴ്സിന്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റേറ്റിലോട്ട് പോകാൻ കഴിയും. ഇപ്പം ഡ്രൈവിംഗ് അങ്ങനെയാണ് അല്ലേ, നമ്മൾ പഠിക്കാൻ ചെന്നിരിക്കുന്ന സമയത്ത് ഓരോന്നും നമുക്ക് പറഞ്ഞു തരണം. വണ്ടി ഓണാക്കൂ, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടൂ, ദെൻ ഇങ്ങനെ പറയാറുണ്ടല്ലോ അല്ലേ, നമ്മൾ ക്ലച്ച് ചവിട്ടുക, ഗിയർ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രോസസ്സും നമ്മളെ പറഞ്ഞ് ചെയ്യിക്കും. പിന്നെ അത് നമ്മുടെ ആ സബ് കോൺഷ്യസും ആ പ്രോസസ്സുമായിട്ട് പരിചയപ്പെടാനുള്ള ഒരു സമയമാണ്. ദെൻ ഇത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടില്ലല്ലോ, നമ്മൾ കീ എടുക്കുന്നു, വണ്ടി ഓണാക്കുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, പോകുന്നു എന്നുള്ളതാണ് പിന്നെ അടുത്ത പ്രോസസ്സ്. ഇവിടെ ഈ പറഞ്ഞ ഫേക്ക് മെഡിറ്റേഷൻസ് ചെയ്താൽ നമ്മുടെ മറ്റേ സിനിമയിൽ കാണിക്കുന്ന പോലെ മാമുക്കോയ ശ്രീനിവാസനെ പഠിപ്പിക്കുന്ന ഒരു വൈറൽ ഒരു രംഗം ഉണ്ടല്ലോ, എവിടെ ബ്രേക്ക് എവിടെ എന്ന് പറയുന്ന പോലെ ക്രാഷ് ആയി പോകും. ഞാനത് ആ ഒരു അവയർനെസ്സിന് പറയാണ്. കാരണം പിന്നെ നമ്മൾ ക്ലച്ച് ഔട്ട്, ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ അത് എവിടെയെന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകരുത്. ആ അതാണ്, ഗൈഡഡ് മെഡിറ്റേഷൻസ് കറക്റ്റ് ആയിട്ടുള്ളതല്ല നമ്മൾ ഫോളോ ചെയ്യുന്നെങ്കിൽ നമ്മുടെ ബ്രെയിന് കൺഫ്യൂഷൻ ആയി പോകും. സോ ഇത്രയധികം പ്രോസസ്സുകൾ ഇതിലുണ്ട്, ഇത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം റിസൾട്ട് ഇതിനുള്ളത്. നമ്മളെ ഏതൊരു സ്റ്റേറ്റിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാനുള്ള പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ നമ്മൾ ആദ്യം നല്ല ഗൈഡഡ് മെഡിറ്റേഷൻസ്
ചില ഗൈഡഡ് മെഡിറ്റേഷൻസിലൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചില പൊസിഷൻസ് പറഞ്ഞു തരാറുണ്ട്. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക, സ്പൈൻ കറക്റ്റ് ചെയ്തിരിക്കുക, ആ, കാലിന്റെ മുകളിൽ കൈ വെക്കാം. എന്നിട്ട് ഈ ഇടത് കൈയുടെ മുകളിൽ വലത് കൈ വെച്ചിട്ട് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് ഇരിക്കുക, മണ്ഡലമുദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ചില പ്രത്യേക ഇതൊക്കെ പറഞ്ഞു തരും. അപ്പൊ അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ശീലിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാല് നമ്മുടെ സബ് കോൺഷ്യസ് അപ്പോ അതിനോട് പരിചയപ്പെടും. ആ ആളിപ്പോ കൈ രണ്ടും കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ തള്ളവരെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഹീസ് ഗോയിങ് ടു മെഡിറ്റേഷൻ. അപ്പൊ അങ്ങനെ ഒരു ഇത് കൊടുക്കും. നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്ന പോലെ തന്നെ നമ്മൾ ചാവി എടുത്ത് വണ്ടിയിൽ കയറുമ്പോൾ സബ് കോൺഷ്യസ് സിഗ്നൽ കൊടുക്കുമല്ലോ, ഇനിയിപ്പോ ആരും പറയാൻ നിൽക്കണ്ട, വണ്ടി എടുത്തങ്ങ് പോകാന്നുള്ളതാണ് എന്ന് പറയുന്ന പോലെ ഇങ്ങനെയുള്ള ഒരു സ്ഥിരമായിട്ട് ഇതൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡി പറയും ഓക്കെ ഒരു മെഡിറ്റേഷനിലേക്ക് പോകാൻ റെഡി ആവുന്നു എന്ന്. നമ്മുടെ ബോഡിയല്ല, സോറി, സബ് കോൺഷ്യസ് മൈൻഡ് പറയും. അപ്പോൾ നമുക്ക് അതിനുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഏത് ക്രൗഡിലാണെങ്കിലും എത്ര ബിസി ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സിൽ ഇരിക്കുകയാണെങ്കിലും നമുക്ക് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ എത്തിയിട്ട് നമുക്ക് റിലാക്സ് ആകാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ എന്തായാലും നമ്മൾക്ക് ഓരോ പ്രധാനപ്പെട്ട മെഡിറ്റേഷൻസ് ഒക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ ചെയ്തു നോക്കാം വരും സമയങ്ങളിലൊക്കെ. പിന്നെ കുറച്ച് ബെനിഫിറ്റ്സ് ജസ്റ്റ് അതും കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പാരാവാരം പോലത്തെ ഒരു സബ്ജക്റ്റ് ആണ്. നമ്മൾ എത്ര പറഞ്ഞാലും അതിന്റെ തീരത്ത് പോലും എത്തില്ല. പിന്നെ ആ ഒരു സംഭവം എന്താണെന്നൊരു അവയർനെസ് കിട്ടിയാൽ അതൊരു ടൂളാണ് ശരിക്കും. ആ ടൂൾ യൂസ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഞാൻ അതിനെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഈ സെഷനിൽ കൊണ്ടുവന്നത്. ഓക്കെ, നമുക്ക് ചെറിയ കാര്യങ്ങൾ നോക്കി തുടങ്ങിയാൽ തന്നെ റെഡ്യൂസ് ആങ്കർ ആൻഡ് സ്ട്രെസ്. ശരിയാണ്, നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ദേഷ്യം, നമ്മുടെ സ്ട്രെസ് ഒക്കെ പോവുകയാണ്. പിന്നെയുള്ളത് ബെറ്റർ ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ കഴിയും. ഏറ്റവും നമ്മൾ കുഴങ്ങിപ്പോകുന്ന ഒരു സമയമാണ് അല്ലേ, നമ്മൾ ഡിസിഷൻസ് എടുക്കേണ്ട സമയം. എന്താണ് നല്ലത്, മൊത്തം ഡൗട്ടായിരിക്കും, ആ കോൺഫ്ലിക്റ്റ്, അത് വേണോ ഇത് വേണോ. നമ്മൾ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മുടെ ഇന്നർ സൗണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. റൂമി പറയാറുണ്ടല്ലോ, യുവർ ഹാർട്ട് നോസ് ദ വേ, ഫ്ലോ ഇൻ ദാറ്റ് ഡയറക്ഷൻ. നിങ്ങളുടെ ഹൃദയത്തിന് അറിയാം ശരിക്കും സഞ്ചരിക്കേണ്ട വഴി, അതിനെ നിങ്ങൾ പിൻപറ്റിയാൽ മതിയെന്ന് റൂമിയുടെ ഒരു പ്രശസ്തമായ കോട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഇന്നർ വോയിസ് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ കഴിയും. ദെൻ നമ്മുടെ ഡിസിഷൻസ് ഒക്കെ ആപ്റ്റ് ആയിട്ടുള്ളതായിരിക്കും. ഇമോഷണൽ വെൽബീയിങ്, നമ്മളെപ്പോഴും നല്ലൊരു ഫീൽ ഗുഡ് സ്റ്റേറ്റിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ഹീൽ യുവർ സെൽഫ്, ഇത് മെഡിറ്റേഷന്റെ മറ്റൊരു ഇതാണ്, റിസൾട്ടാണ്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഹീൽ ചെയ്യാൻ കഴിയും. സോൾവ് യുവർ പ്രോബ്ലംസ്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള സോളോ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ എന്തായാലും നമ്മുടെ പ്രോബ്ലംസ് എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റും. ദെൻ പീസ് ആൻഡ് ജോയ്, ജീവിതത്തിൽ സമാധാനം, സന്തോഷം, ഇതൊക്കെ നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. പിന്നെ പിന്നെ അതിനുശേഷം ഹയർ ആയിട്ടുള്ള കുറെ പോയിന്റ്സിലേക്ക് നമ്മൾ പോകും. ഡിവൈൻ റിയാലിറ്റീസ്, എൻലൈറ്റ്മെന്റ്, അങ്ങനെയുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കോൺഷ്യസ്നെസ്സിലേക്കൊക്കെ പോകാൻ നമ്മുടെ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. സോ ഇത് വളരെ വിശാലമായ ഒരു സബ്ജക്റ്റ് ആണ്. ഇത്രയും കൊണ്ട് നമ്മൾ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരു അവയർനെസ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് പറയാനൊക്കെ ഉള്ളത് പറയാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തിടുക. കാരണം ഇതിന്റെ ഫോളോ അപ്പുകളും ഇതിന്റെ റെക്കോർഡിങ്സ് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ വരും. പിന്നെ ഫീഡ്ബാക്കുകളും കാര്യങ്ങൾക്കായിട്ട് ഞാനിപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. ഓക്കെ, അഡ്മിറ്റ് ചെയ്ത് പറയാം. സാർ ഒരു ഡൗട്ട് ഉണ്ടേ. നമ്മൾ ഈ പിന്നെ എന്താ പറയാ, ഈ
ഇതിനകത്തെയും റേക്കിയും പിന്നെ ടാരോട്ട് റീഡിംഗ് എന്നൊക്കെ പറഞ്ഞു കിടക്കുന്നത് അതും ആക്ച്വലി അത് ഏതുമായിട്ട് റിലേറ്റഡ് ആണ് സാർ? അത് എപ്പോഴും ഇപ്പൊ ഇതൊരു കുറേ പേര് ടാരോട്ട് റീഡിംഗ് എന്നൊക്കെ പറഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ റേക്കി ഹീലിംഗ് എന്തുവാണ് അത് ശരിക്കും പറയാനാ? ശരിക്കും അത് മെഡിറ്റേഷന്റെ പാർട്ടിൽ വരുന്നതല്ല ശരിക്കും. റൈക്കി ആണോ? ഹീലിംഗും ടാരറ്റും ഒക്കെ അതൊരു വേറൊരു ഫീൽഡ് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ എന്താ പറയാ, ചികിത്സാ രീതികൾ ഇപ്പോ സാധാരണ നമ്മൾ പറയാറുള്ളത് അലോപ്പതി, ആയുർവേദം, അങ്ങനെയാണല്ലോ, ഹോമിയോപ്പതി, യുനാനി, അങ്ങനെ ഉള്ള ഒരു ചികിത്സാ രീതികൾ എന്ന് പറയാം. അതെല്ലാം ഒറ്റ ഇതിൽ വരും. എന്നാൽ ഈ മെഡിറ്റേഷൻ എൻ്റെ ഒരു പരിധിയിൽ വരുന്ന കേസുകളല്ല ഈ പറഞ്ഞ പോലെ റൈക്കി, ഇപ്പൊ പറഞ്ഞ പോലെ ടാരറ്റ് റീഡിംഗ് ഒക്കെ. അത് വേറെ തന്നെ ഒരു സംഭവമാണ്. ഈ നമ്മളിപ്പോ പറഞ്ഞ ഈ ബ്രെയിനിന്റെ ഈ ഒരു പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രീതിയല്ല, അത് വേറെ തന്നെ ഒരു രീതിയാണ്. അതിലിപ്പോഴും കോൺഫ്ലിക്റ്റുകളും ചർച്ചകളും നടക്കുന്നേ ഉള്ളൂ. അത് എന്താണ്, നമുക്ക് അതിലൊരു എന്താ പറയാ, ഒറ്റയടിക്കൊരു തീരുമാനം പറയാൻ കഴിയില്ല. ചിലപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് സ്റ്റഡീസ് ചിലപ്പോൾ എല്ലാം അപ്രൂവ്ഡ് ആയിട്ട് വന്നേക്കാം, നമുക്കറിയില്ല. ഇപ്പൊ ആദ്യകാലങ്ങളിലൊക്കെ അക്യുപ്രഷർ ഒന്നും ആദ്യം ആരും പ്രൊമോട്ട് ചെയ്തിരുന്നില്ല, അല്ലെ? ഇപ്പൊ ശരിക്കും അതൊരു വലിയൊരു ചികിത്സാ രീതിയായിട്ട് മാറിയിട്ടുണ്ട്. അക്യുപഞ്ചറും അക്യുപ്രഷറും ഒക്കെ എന്ന് പറയുന്ന പോലെ നമുക്ക് കാണാൻ കഴിയും. അത് വേറെ തന്നെ ഒരു ഫീൽഡാണ്. ഓക്കെ. ഓക്കെ സാർ, താങ്ക് യു. സാർ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പം നമുക്കിങ്ങനെ, എനിക്ക് കണ്ണടച്ചിരിക്കുമ്പം ഇങ്ങനെ ഒരു ഇരുട്ടാ കാണുന്നത്, പക്ഷെ ചിലർക്കൊക്കെ ഈ കളറൊക്കെ കാണാൻ പറ്റുമെന്ന് കേൾക്കുന്നു. അങ്ങനെയുണ്ടോ? ഉണ്ടാവും. കാരണം ഞാൻ ആദ്യം പറഞ്ഞു തന്നു, നമ്മൾക്ക് കണ്ണടച്ച് എത്ര നേരം നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ മൈൻഡിന്റെ ആ ഒരു എന്താ പറയുക, തെളിഞ്ഞ ഒരു പോർഷനിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു ഇതാണ്, കഴിവാണ് ശരി. നമ്മളിപ്പോ ഒരു കലങ്ങിയ ഒരു പാത്രം, ഒരു ഗ്ലാസ് ബോട്ടിലാന്ന് വിചാരിക്കുക. അതില് മണ്ണും ഒക്കെ ഉണ്ട്. അതൊന്ന് ശരിക്കും ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് അവിടെ വെച്ചാൽ നമുക്കത് കാണാൻ പറ്റില്ല, അല്ലെ? കലങ്ങിയ ആ ഒരു ഇത് മാത്രമേ കാണാൻ പറ്റൂ. ദെൻ അത് കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് ആ മണ്ണൊക്കെ അല്ലെങ്കിൽ ആ അഴുക്കൊക്കെ അടിയിലേക്കായി ദെൻ അത് ക്ലിയർ ആകുന്ന ഒരു സമയമുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് അതിനുള്ളിലുള്ള കാണാം. ഏത് കാര്യത്തിലും അങ്ങനെയാണ്. എന്ന് പറഞ്ഞ പോലെ ഈ കണ്ണടച്ച് നമുക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളത്, ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് എത്ര കലങ്ങിയിട്ടുണ്ടോ അത്രയും അത് സ്ട്രെയിൻ എടുക്കും. പക്ഷെ അങ്ങനെയുള്ളവരോട് നമുക്ക് പറയാനുള്ളത്, അത് ആ പ്രോസസ്സ് നിർത്തുകയല്ല വേണ്ടത്. ദെൻ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അതിലേക്ക് ഇപ്പൊ നമ്മുടെ മൈൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഏത് മോശം സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ടുപോയി ഇട്ടാലും അത് അവിടെ ഒരു എക്സിസ്റ്റൻസ് കണ്ടുപിടിക്കും. നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുകയാണെങ്കിൽ മൈൻഡ് അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റബിലിറ്റി മൈൻഡിനുണ്ട്. ദെൻ അവർക്ക് ഇങ്ങനെ അത് കണ്ണടച്ചിരിക്കുമ്പോൾ ആ ഒരു കാംനെസ് സ്റ്റേറ്റ് കിട്ടുന്നില്ലെങ്കിലും, പല കളറുകളോ അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ണ് തുറക്കാൻ തോന്നുന്നു, അങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പോലും അവർ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് അത് അവരുടെ ഈ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു സഹായിയായിട്ട് മാറും ഈ ഒരു അവസ്ഥ. മനസ്സിലായില്ലേ? അതിൽ നിർത്തിപ്പോയാൽ ദെൻ അവർക്ക് അതിന്റെ ഈ ഒരു ബെനിഫിറ്റ് എടുക്കാൻ പറ്റില്ല. ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്നുള്ള മനസ്സിന് അത്രയും ആ ഒരു ആഴത്തിലേക്ക് പോകാൻ കഴിയാത്ത തടസ്സങ്ങളാണ്. നമ്മൾ കണ്ടിന്യൂസ് ചെയ്താൽ ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ ഓരോ സ്റ്റേറ്റുകളിൽ നമുക്ക് പെട്ടെന്ന് പോകാനൊന്നും കഴിയില്ല. ഈ മൈൻഡിന്റെ ഇപ്പൊ പറഞ്ഞില്ലേ, ആൽഫ ബീറ്റ, ആ ഒരു സ്റ്റേറ്റ് ആക്സസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറെ പരിശീലനത്തിന് ശേഷമായിരിക്കും. നമ്മളിപ്പൊ തന്നെ ജസ്റ്റ് കണ്ണടച്ച് ഒരു ലൈവ് മെഡിറ്റേഷനിൽ ഇരുന്നു, അല്ലെങ്കിൽ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ അതിന്റെ റെക്കോർഡ് കേട്ടു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു പ്രാവശ്യം തന്നെ നമുക്ക് പോകാനൊന്നും പറ്റില്ല. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു ഗേറ്റ് തുറക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും ഈ മെഡിറ്റേഷൻ. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നമ്മളെ അങ്ങോട്ട് കടത്തി വിടണം. അതിനാണ് നമ്മൾ ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ. സർ, യുവർ റൈറ്റ്. പറഞ്ഞത് എനിക്ക് വളരെ മനസ്സിലായിട്ടുണ്ട്. കാര്യം വെച്ചാൽ അറിയാം, ഞാനാണെങ്കിൽ കുറച്ചു കാലം ഈ ഗൈഡഡ് മെഡിറ്റേഷൻ, അതായത് ഈ ഓറ ക്ലെൻസിങ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പൊ ആ ടൈമിൽ ശരിക്കും പറയാൻ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ കളേഴ്സ് ഒക്കെ നമ്മൾ ഓരോ ചക്രാസിലും വരുമ്പോ അതാതിന്റെ കളേഴ്സ് ഒക്കെ എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയോ ഇത് ഇടയ്ക്ക് വെച്ചങ്ങ് ബ്രേക്ക് ആയിപ്പോയി, സത്യം പറയാലോ. ബ്രേക്ക് ആയിപ്പോയി, പിന്നെ ഇത് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പൊ അതിന്റെ മടി മീൻസ് ഈ ടൈമിന്റെ ഒരു ബുദ്ധിമുട്ടാണ്, പല കാര്യങ്ങൾ വന്ന് സ്ട്രെസ് ഇതായി. പക്ഷെ ഞാൻ ശരിക്കും ഒരു എൻജോയ് ചെയ്ത ഒരു നല്ലൊരു ഇതായിരുന്നു കേട്ടോ. അത്രയ്ക്കും നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ബ്രേക്ക് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. നോ ഇപ്പൊ പ്രോബ്ലം. ഇനി ആ സ്റ്റാർട്ട് ചെയ്തോളൂ മാം. ഇപ്പം മനസ്സിലായില്ലേ ആ, മാമിന്? അതിന്റെ ഡിസ്ട്രാക്ഷൻ വന്നാലും അത് വീണ്ടും തുടർന്നാല് വീണ്ടും പഴയതിലും ശക്തിയായിട്ട് നമുക്ക് അത് എഫക്ട് ചെയ്യും. എടുക്കാൻ സ്റ്റോപ്പ് പറ്റില്ല. ചെയ്യുക അവിടെയാണ്, സ്റ്റോപ്പ് ചെയ്ത് പോകുന്നതാണ് നമുക്ക് വരുന്ന ഫെയിലിയർ. ദെൻ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് മെഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് എടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ സർ, ഓക്കെ താങ്ക് യു താങ്ക് യു. സർ. Oh, thank you so much, sir. In the class, it was very effective because you started from the calmness of the sea. മേളി നല്ല turbulent ആണെങ്കിലും അതിന്റെ ഡെപ്തിലോട്ട് ചെല്ലുമ്പോൾ ആ stillness, ആ calmness, ശരിക്കും അതിനെ ആ മൈൻഡിനോട് സാർ കമ്പയർ ചെയ്തതും ആ വേ ഓഫ് ഇതും, പിന്നെ എന്താ പറയാ കോട്ടിങ്സ് ഒക്കെ, ഹെർബർട്ട് ബെൻസന്റെ ഒക്കെ കോട്ടിങ്സും കാര്യങ്ങളും, ആൽഫ ബീറ്റ ഗാമ റേസ്, ഇതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം കുറച്ച് ടൈമേ എടുക്കുന്നുള്ളെങ്കിലും വളരെ പ്രൊഡക്റ്റീവ് ആയിരുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് ഈ ക്ലാസ്. സത്യം പറയാം ഇവിടെ വന്നിരിക്കുമ്പം ഇതിന്റെ സാറിന്റെ ക്ലാസ്, സ്റ്റെഫി മാമിന്റെ ഇതൊക്കെ ഇരിക്കുമ്പോൾ നമുക്കെന്ന് വെച്ചാൽ ശരിക്കും പറയാൻ നമ്മളങ്ങ് ഫുള്ളി റിലാക്സ്ഡ് ആവും. ബാക്കി നമ്മൾ ഈ മറ്റ് ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ അത് സ്റ്റഡീസുമായിട്ട് റിലേറ്റ് ചെയ്ത്, സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്നതാണ് നമ്മുടെ തെറാപ്പി സാരങ്ങൾ. ഓക്കെ, അതൊരു സ്റ്റഡീസിന്റെ ഒരു ഇതിലോട്ടാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ഫ്രീ മൈൻഡ് ആവുന്നത്. ഈ ഇത്തരം ടോപ്പിക് നമ്മുടെ ഇൻട്രസ്റ്റ് കൊണ്ടായിരിക്കാം, എല്ലാവർക്കും അങ്ങനെ ഇൻട്രസ്റ്റ് വേണമെന്നില്ല. ഈ ഗ്രൂപ്പിൽ വരുന്നവർ ഇൻട്രസ്റ്റ് ഉള്ളവരാണല്ലോ ശരിക്കും പറയാം മെഡിറ്റേഷന്റെ ഗ്രൂപ്പില്. സോ അതുകൊണ്ട് വളരെ നല്ല ക്ലാസ്സസ് ആയിരുന്നു സാർ, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബെറ്റർ ദാൻ ദാറ്റ് വൺ, വി കൻ ഡൈജസ്റ്റ് ഇറ്റ് നൈസ്ലി. ഓക്കെ, താങ്ക് യു സർ. ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് കുറച്ച് ടൈം കൊണ്ട് തന്നെ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു ബെസ്സി മാം. താങ്ക് യു എല്ലാവർക്കും. ഇവിടെ വന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു കാര്യമാണ് ഇവിടെ വന്നിരിക്കുക എന്നുള്ളത് തന്നെ. സോ നമുക്ക് ഇവിടെ വന്ന എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ആഴ്ചയിൽ കാണാം. ഓക്കെ സാർ ഇതുവരെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് ഒക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ടോ? ഇതുവരെ കഴിഞ്ഞ മറ്റേതിനകത്ത് എല്ലാം നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ റെക്കോർഡിങ്സ് ഉള്ള പോർഷൻസ് ഞാൻ 1-2 സെഷൻ ഏതോ റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും. അതിന്റെ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഇന്ന് ആ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഒന്നുകൂടെ ഇടാം, അതിൽ പോയി നോക്കിയാൽ മതി. ഓക്കെ, ലൈറ്റ് പാത്ത് തന്നെയല്ലേ ലൈറ്റ് പാത്ത് എന്നാണോ എന്റെ പേര്? ലൈറ്റ് പാറ്റും അല്ല, യൂട്യൂബ് ചാനൽ വേറെ പേരിലാണ്, മനസ്സേ എന്ന് പറഞ്ഞ പേരിലാണ്. മനസ്സേ, അതിന്റെ ലിങ്ക് ഒന്നിട്ടേക്കണേ സാർ. അപ്പൊ അതിലോട്ട് ഇട്ടേക്കാം. അതിൽ ജോയിൻ ചെയ്യാം അല്ലേ? അല്ല, അത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി, അപ്പൊ നമുക്ക് എല്ലാ വീഡിയോസും കിട്ടും. ഓക്കെ, താങ്ക് യു. താങ്ക് യു.